അഡ്ജസ്റ്റ് ആയതാണോ അതോ ഹീറ്റ് അഡ്ജസ്റ്റ് ആയതാണോ അറിയത്തില്ല. വണ്ടി പോകും. അങ്ങനെ പോയിട്ടുണ്ടോ? എന്റെ ഒരു വട്ടം പോയിട്ടുണ്ട്. അതാണോ ആ സൈഡിൽ കാണുന്നത്? പൊങ്ങി നിൽക്കണം, നിർത്തിയിട്ട് തിരിയാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. യൂസ് ചെയ്തതിൽ വെച്ച് അതും ഇതുകൂടെ ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു വ്യത്യാസങ്ങൾ ഹിമാലയനുമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? പിന്നീട് അടുത്തതായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് മൈലേജ്. Yezdi അഡ്വഞ്ചറിന് എന്തൊക്കെയാണ് കുറവുകൾ തോന്നിയിട്ടുള്ളത്? ഹലോ ഫ്രണ്ട്സ്, വോഗുദിനഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 1978 മുതൽ 1996 വരെ പ്രൊഡക്ഷനിലുണ്ടായിരുന്ന ഒരു വാഹനമാണ് നമ്മുടെ ജാവ മോട്ടോർ സൈക്കിൾസ് ഒക്കെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന Yezdi എന്ന മോട്ടോർ സൈക്കിൾ. Yezdi എന്നൊരു ബ്രാൻഡ് ഒരു Yezdi എന്നൊരു പേര് കേൾക്കുമ്പോഴേ പഴയ ബൈക്ക് പ്രേമികൾക്കൊക്കെ ഭയങ്കര രോമാഞ്ചം വരുന്നൊരു സമയമായിരുന്നു. അപ്പം ജാവയും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നിർത്തിപ്പോയിട്ട് വീണ്ടും ലോഞ്ച് ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ Yezdiയും തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ വർഷമാണ് Yezdi 2022 Yezdi തിരിച്ചു വന്നത്. ഇതും Yezdi തിരിച്ചു വന്നത് വെറുതെ അല്ല, പൂർവാധികം ശക്തിയോടെ നമ്മുടെ കഫേ റൈസർ സഹിതം, നമ്മുടെ അഡ്വഞ്ചർ സഹിതം, അതുപോലെ 3 വേരിയൻസ് കൊണ്ടാണ് Yezdi ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പം അത്തരത്തിലൊരു തിരിച്ചുവരവ് സക്സസ്ഫുൾ ആയിരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇങ്ങനെ അഡ്വഞ്ചർ ഫീൽഡിൽ താപ്പാനകളായി ഭരിച്ചിരുന്ന കുറേ വാഹനങ്ങളുണ്ടായിരുന്നു. റോയൽ എൻഫീൽഡ് ഉണ്ടായിരുന്നു, നമ്മുടെ KTM, അതുപോലെ തന്നെ ഹീറോ എക്സ്പൾസ്, കുറേ വാഹനങ്ങളുണ്ടായിരുന്നു അഡ്വഞ്ചർ ഫീൽഡിൽ. അപ്പം അതിൻ്റെ ഇടയ്ക്കേക്കാണ് ഈ Yezdi അഡ്വഞ്ചർ വന്നത്. അപ്പം എന്തുമാത്രം സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പം ഈ Yezdi അഡ്വഞ്ചർ സ്വന്തമാക്കിയ ഒരു യൂസറിനെ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു. ഇപ്പം ഇതെടുത്തിട്ട് ഏകദേശം 2-3 മാസത്തോളം ആയതാണ്. അപ്പം വണ്ടി ലോഞ്ച് ആയ സമയത്ത് തന്നെ എടുത്തതാണ്. അപ്പം വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ്. കാരണം Yezdi പോലൊരു ബ്രാൻഡ് പുതിയതായിട്ട് റീലോഞ്ച് ചെയ്ത സ്ഥിതിക്ക് എല്ലാവർക്കും അത് എടുക്കണമെങ്കിൽ ഒരു ഓണറുടെ ഒരു എക്സ്പീരിയൻസ് അറിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ. അപ്പം എടുത്ത ആൾ ഓക്കെ ആണോ, നമുക്ക് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ അറിയുന്നത്, എടുത്ത ആൾ ഓക്കെ ആണോ എല്ലാം നമുക്ക് നമുക്ക് ഓണറിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ Yezdi അഡ്വഞ്ചറിൻ്റെ ഓണർ. അപ്പം Yezdi അഡ്വഞ്ചർ സ്വന്തമാക്കിയതിൻ്റെ കുറേ അനുഭവങ്ങളും വിശേഷങ്ങളാണ് നമ്മളിന്ന് ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നത്. കാരണം Yezdi എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ഒരു ബ്രാൻഡാണ്, അത് വീണ്ടും ലോഞ്ചായി. അപ്പം അവരുടെ ഒരു അഡ്വഞ്ചർ ബൈക്ക് ലോഞ്ചായി. ഇപ്പം അഡ്വഞ്ചർ ബൈക്കിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പം എങ്ങനെ Yezdiയിലേക്ക് വന്നു, ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാനായിട്ടുണ്ട്. ഹായ് ബ്രോ, എന്താണ് പേര്? സിബിൻ. ഓക്കെ. അപ്പം Yezdi അഡ്വഞ്ചർ സ്വന്തമാക്കിയിട്ട് എത്ര നാളായി? 2 മാസം എടുത്തിട്ട്. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് Yezdi ചൂസ് ചെയ്യാൻ കാരണം? അതോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ബൈക്ക് ചൂസ് ചെയ്യാൻ കാരണം? അഡ്വഞ്ചർ ബൈക്ക് ആയിരുന്നു താല്പര്യം? അല്ല, Yezdi എനിക്ക് പണ്ട് തൊട്ട് ഒരു ഇഷ്ടമുള്ളൊരു വാഹനമായിരുന്നു. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു, പിന്നെ അതിൽ അഡ്വഞ്ചർ കൂടെ വന്നപ്പോൾ കുറച്ചുകൂടെ എടുക്കണമെന്ന് ആഗ്രഹം തോന്നി അല്ലേ? ഓക്കെ. അപ്പം Yezdi നോക്കിയ സമയത്ത് വേറെ ഏതൊക്കെ? ഇപ്പം നമുക്ക് ഹിമാലയൻ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമ്മുടെ അഡ്വഞ്ചർ ഉണ്ട്, നമ്മുടെ KTM അഡ്വഞ്ചർ ഉണ്ട്, പിന്നീട് നമുക്ക് എക്സ്പൾസ് ഉണ്ട്, ഒത്തിരി വാഹനങ്ങളുണ്ടല്ലോ അഡ്വഞ്ചർ ലൈനപ്പിൽ. അപ്പം ഏതൊക്കെ വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം? ഞാൻ എക്സ്പൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ V-Strom നോക്കിയായിരുന്നു. ഓക്കെ. പിന്നെ ലോഞ്ച് ആ സമയത്ത് ആകുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ നോക്കിയത് ഹിമാലയൻ. പിന്നെ കുറെ കംപ്ലൈൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് കുറവാണ്, നമുക്ക് ധൈര്യമായിട്ട് എടുക്കാൻ ഒരു മടി തോന്നി. പിന്നെ നോക്കിയപ്പം Yezdi കുറെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കുറെ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കംഫർട്ടായിട്ട്. പഴയ Yezdi അല്ല അങ്ങനെ ഇതിലോട്ട് വന്നല്ലേ? അപ്പം ഇതെടുത്തിട്ട് 2 മാസമായി. അപ്പം എത്രയായിരുന്നു ഓൺ റോഡ് പ്രൈസ് ഇതിന് കൊടുക്കേണ്ടി വന്നത്? 2,80,000 ആയിരുന്നു ഓൺ റോഡ് കൊടുത്തത്. ഓക്കെ. അപ്പം ഹിമാലയനൊക്കെ എത്രയായിരുന്നു? 3+ വരുന്നുണ്ടെന്ന് തോന്നുന്നു. 3+ ഇപ്പോൾ വരുന്നത്. എടുത്ത സമയത്ത് ഹിമാലയന്റെ പ്രൈസ് വരുന്നത് 290 സംതിങ്, അതില് ആ ഒരു റേഞ്ച് ആയിരുന്നു വരുന്നത്. ഇപ്പൊ 3 കഴിഞ്ഞു. ഓക്കെ. പിന്നീട് അഡ്വഞ്ചർ ബൈക്ക് എടുക്കാൻ എന്തുകൊണ്ടാണ് തോന്നിയത്? അഡ്വഞ്ചർ എന്താ പറയാ, അതിന്റെ സീറ്റിംഗ് പൊസിഷനും, പിന്നെ നമ്മുടെ ഇവിടുത്തെ റോഡിലൊക്കെ ഇപ്പൊ ഇതുപോലത്തെ ഒരു ബൈക്ക് കൊണ്ടൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ, ധൈര്യമായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റും. ഹീറോ പോലുള്ള ബ്രാൻഡൊക്കെ അവര് എക്സ്പൾസ് ഇറക്കിയതിന് ശേഷമാണ് വീണ്ടും പച്ച പിടിക്കാൻ തുടങ്ങിയത്. നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ, ഞാൻ കുറച്ചുകൂടെ ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി പോകാൻ പറ്റാത്തടത്തൊക്കെ ഒന്ന് കയറി പോകാനും അത്യാവശ്യം ഓഫ് റോഡ് അടിക്കാനും, അത്യാവശ്യം അല്ല നല്ല രീതിയിൽ ഓഫ് റോഡ് അടിക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ ഓഫ് റോഡ് ഒക്കെ പോയിട്ടുണ്ടോ ഇതില്? ഇത് ഞാൻ ഇതുവരെയായിട്ടും പോയില്ല. പുതിയ വണ്ടി ആയതുകൊണ്ട് കേട്ടില്ല. എന്നാലും ജസ്റ്റ് അല്ല, വലിയ ഓഫ് റോഡ് അല്ല, എന്നാലും നോർമൽ റോഡിൽ പോയിട്ടില്ല. ഓക്കെ. അപ്പം ലോങ് എത്രയൊക്കെ ട്രാവലിംഗ് ചെയ്തിട്ടുണ്ടല്ലോ? അപ്പം ലോങ് ആയിട്ട് ഞാൻ ഇവിടെ ആകെ പോയത്
കോട്ടയം ആ ഒരു റേഞ്ചുള്ളൂ. 78 കിലോമീറ്റേഴ്സ് ആ റേഞ്ചേ പോയിട്ടുള്ളൂ വൺ സൈഡ് അല്ലേ. അപ്പം 70 എന്ന് വെച്ചാൽ 140-150 കിലോമീറ്റേഴ്സ് ആയല്ലോ 2 സൈഡ് ആകുമ്പോൾ. അപ്പം അത്രയും യാത്ര ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പൊസിഷനും അതുപോലെ സീറ്റിങ്ങും ഒക്കെ എങ്ങനെയാ? ലോങ് അത്യാവശ്യം ഒരു 2-3 hours റൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ വലിയ ടയർഡോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ സീറ്റിംഗ് പൊസിഷൻ നല്ലൊരു പൊസിഷൻ. ഓക്കെ, സീറ്റിംഗ് ഇതെങ്ങനെയുണ്ട്? നല്ല സ്പോഞ്ചി ആണോ, ഓവർ ആയിട്ടാണോ, അതോ അത്യാവശ്യം? ചില സമയത്ത് നമ്മൾ കുറെ ദൂരം ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയൊരു നോർമലി ബൈക്കിലുള്ളത് പോലൊക്കെ തന്നെ. എന്തായാലും പിന്നെ കംഫർട്ട് ആണ്. കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആക്കായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് ഫസ്റ്റ് മോഡലാണ്. ഇനിയും ഒരു കുറച്ചുകൂടെ അപ്ഗ്രേഡ് വരും. അടുത്ത മോഡൽ ഇറങ്ങുമ്പോൾ എന്തായാലും അവര് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പം ഇന്ന് മലപ്പുറം പോകുന്നുണ്ടല്ലേ? ഫസ്റ്റ് ടൈം ഒന്ന് ലോങ് നോക്കാൻ വേണ്ടി. ലോങ് അല്ല, വലിയ ലോങ് ആണ്. അത്യാവശ്യം പത്തനംതിട്ട മലപ്പുറം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് ആണ്. അപ്പൊ അതില് ഒന്നുകൂടെ നല്ല എക്സ്പീരിയൻസ് അറിയാമല്ലോ. അപ്പൊ പോകാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും. നല്ല സുഖമായിട്ട് പോയിട്ട് വരാന്നുണ്ട്. ഓക്കെ, ചെറിയൊരു രീതിയിൽ ഹീറ്റിംഗിന്റെ ഒരു പ്രശ്നമുണ്ട്. ഹീറ്റിംഗ് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് മുന്നേ ഒക്കെ നല്ല ഹീറ്റിംഗ് ആയിരുന്നു. നല്ല ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മളിപ്പോ ഹീറ്റിങ്ങോട് അഡ്ജസ്റ്റ് ആയതാണോ അതോ ഹീറ്റ് അഡ്ജസ്റ്റ് ആയതാണോ അറിയത്തില്ല. എന്തായാലും ഇപ്പൊ വലിയ ഫീല് തോന്നുന്നില്ല. എന്നാലും ചില സമയത്ത് 90-90 ഒക്കെ കയറി കഴിയുമ്പോൾ ഹീറ്റിംഗിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം നമ്മൾ ട്രാഫിക് സിഗ്നലിലൊക്കെ നിർത്തിയിടുമ്പോൾ കാല് നല്ലതായിട്ട് ചൂടാവുന്നുണ്ട് അല്ലേ? ബൂട്ട് എന്തെങ്കിലും യൂസ് ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അങ്ങനെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം മേളിലോട്ട് വരുന്നില്ല, ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട്, ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അത് കുറച്ചുകൂടെ ഓടുമ്പം അവര് പറഞ്ഞ സർവീസ് 2-3 കഴിയുമ്പോൾ ശരിയായിക്കോളും അവര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇത് വെച്ചിട്ട് ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ എത്ര സർവീസ് ആണ് ഇപ്പൊ ചെയ്തത്? സെക്കൻഡ് സർവീസ് ചെയ്തു. അപ്പം എത്ര കിലോമീറ്റർ ആയത് ഓടിയിട്ടുള്ളത്? ഇപ്പം ടോട്ടൽ 3000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പം 3000 കിലോമീറ്റർ കഴിഞ്ഞ് 2 സർവീസ് ചെയ്യും. അപ്പൊ സർവീസ് കോസ്റ്റ് എത്രയൊക്കെയാണ് വന്നത്? അപ്പം ഫസ്റ്റ് സർവീസ് ഒക്കെ ഫ്രീ ആയിരുന്നല്ലോ? ഇല്ല, ഫസ്റ്റ് സർവീസിൽ ചാർജ് ഉണ്ടായിരുന്നു 1800 രൂപ സംതിങ്. 1800 രൂപ ഫ്രീ സർവീസിന്. ആ ഒരു ഫ്രീ സർവീസ് അല്ലേ പറയുന്നത്? ഫ്രീ സർവീസ് ആണ് പറഞ്ഞത്. വാഷിംഗ് കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാം കൂടെ 1800 രൂപ. സെക്കൻഡ് സർവീസിന് 1806 രൂപ. അപ്പൊ ആ ഒരു റേഞ്ചിലാണ് സർവീസ് എല്ലാം അല്ലേ? ഓക്കെ. അപ്പം അതൊക്കെയാണ് സർവീസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ ചെയ്യുന്ന സർവീസ് ഇപ്പൊ പത്തനംതിട്ട ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത് അല്ലേ? ഓക്കെ. പിന്നീട് അടുത്തതായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് മൈലേജ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ബൈക്ക് റൈഡിങ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത്രയും ബൈക്ക് എടുക്കുന്നത്. ഒരു മൈലേജ് വലുതായിട്ട് കൺസിഡർ ചെയ്യാറില്ല, എങ്കിലും ഒരു മൈലേജ് നോക്കി കാണുമായിരിക്കുമല്ലോ. 29-30 ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പം കമ്പനി 33 സംതിങ് എങ്ങാണ്ടാന്ന് തോന്നുന്നു പറയുന്നത്. ആ ഒരു റേഞ്ച് ആണ് പറയുന്നത്. അപ്പം ഇത് 334cc അല്ലേ? 334cc, 30 bhp, 30 Nm ടോർക്ക് ഇതൊക്കെ കൊടുക്കുന്ന ഒരു വാഹനം ആ ഒരു റേഞ്ച് മൈലേജ് തരുന്നു. ഓക്കെ ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ളതിനൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആണ് മൈലേജിന്റെ കാര്യത്തിലാണെങ്കിൽ. അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടല്ലേ? ഓക്കെ. പിന്നീട് ഡിസ്പ്ലേ ഒക്കെ നമ്മൾ നല്ലൊരു ഡിസ്പ്ലേ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇഷ്ടപ്പെട്ടോ? ഡിസ്പ്ലേ ഒക്കെ ഇതൊരു പുതിയ മോഡലല്ലേ, ഒരു അഡ്വഞ്ചർ മോഡലിന് വേണ്ട ഒരു ടൈപ്പ്. അടിപൊളി. പ്രൊട്ടക്ഷനും കൊടുത്ത് അത് അഡ്ജസ്റ്റബിൾ. നമുക്ക് ടിൽറ്റ് ചെയ്യാം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. എണ്ണിച്ച് ഓടിക്കുന്ന ടൈമിൽ ഫേസിലോട്ട് കിട്ടണമെങ്കിൽ അങ്ങോട്ടാക്കി വെക്കാം. ഓക്കെ, നല്ല ടഫ് ആൻഡ് ബോഡിയൊക്കെ ആണല്ലോ. തട്ടിയാലും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അകത്ത് പാക്ഡ് ആയിട്ട് ഇരിക്കുകയാണല്ലോ ഡിസ്പ്ലേ അല്ലേ? ഓക്കെ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിപ്പോയെന്ന് തോന്നിയോ? കളർ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഡിസ്പ്ലേയുടെ ഡിസ്പ്ലേ ഒക്കെ വരുന്ന ഡിജിറ്റൽ ഇതിൽ കംഫർട്ടാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഓക്കെ. ചിലർക്ക് കളർ വേണമെന്നാണ് താല്പര്യം. ഓക്കെ, അതിലൊക്കെയാണ്. പിന്നെ നാവിഗേഷനും വന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ആദ്യം വിചാരിച്ച നാവിഗേഷൻ ഒന്നും ഇതിന് കാണില്ല എന്നായിരിക്കും, പക്ഷേ പിന്നാണ് ഇറങ്ങിയ നാവിഗേഷൻ എല്ലാം വന്നിട്ട്. യൂസ് ചെയ്യാറുണ്ടോ നാവിഗേഷൻ? യൂസ് ചെയ്യേണ്ടത് അതെല്ലാം ഇപ്പൊ ഉണ്ടല്ലോ നിലവിൽ അല്ലേ? ആപ്പ് ഒക്കെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് അത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ സ്വിച്ചസും കാര്യങ്ങളും നാവിഗേഷൻ സ്വിച്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ തോന്നില്ല അല്ലേ? റോഡ് അങ്ങനെ 3 റൈഡ് മോഡ്സ് ഉണ്ടല്ലേ? റൈഡ് മോഡ്സ് ഇട്ട് മാറ്റി നോക്കിയിട്ട് വ്യത്യാസങ്ങൾ എന്തൊക്കെ തോന്നിയിട്ടുണ്ട്? നമുക്ക് എന്താ പറയാ, ഓഫ് റോഡിന് പോകുമ്പോൾ ABS ഓഫ് ആക്കാം. മറ്റു വണ്ടി വെച്ച് സ്വിച്ചബിൾ ABS ആണ്. ഓക്കെ. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഇല്ലേ? അതെല്ലാം അതിൽ തന്നെ വന്ന് സെറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ. അതൊക്കെ എങ്ങനെ തോന്നുന്നു? അതായത്
പേരിനൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ളോ അതോ അതിന്റെ ഗുണങ്ങൾ ഓടിക്കുമ്പോൾ അറിയാനുണ്ടോ? വലുതായിട്ട് നോക്കിയിട്ടില്ലല്ലോ, അങ്ങനെ ഓടിച്ചു നോക്കാത്തോണ്ട്. പക്ഷെ എന്നാലും കംഫർട്ട് കുഴപ്പമില്ല, വ്യത്യാസം ചെറുത് നമുക്ക് അതിന്റെ ഗ്രിപ്പൊക്കെ ഫീൽ ചെയ്യുമോ? ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എടുക്കുമ്പോഴും അങ്ങനെ ആണെങ്കിലും. ഓക്കെ ഓക്കെ. ഇനി അടുത്തതായിട്ട് Yezdi അഡ്വഞ്ചറിന് എന്തൊക്കെയാണ് കുറവുകൾ തോന്നിയിട്ടുള്ളത്? വലിയ കുറവുകളൊന്നും ഇല്ല. ആദ്യമായിട്ട് തോന്നിയത് ഹീറ്റിങ്ങിന്റെ ഒരു പ്രശ്നം. ഹീറ്റിംഗ് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നത് അല്ലേ? അതെ. അപ്പം പിന്നെ എന്താ പറയാ, വെള്ളം വീഴുന്ന സമയത്ത് ഈ ഫ്രണ്ടിലുള്ള കാടെ ഫുള്ള് അതിന്റെ നമ്മുടെ ടാങ്കിന്റെ ഓക്കെ ഈ ഭാഗത്തൊക്കെ അല്ലേ ഇതുപോലൊക്കെ ചെറിയ രീതിയിൽ. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഗാർഡ് വേറെ വെച്ചതാണോ അതോ ഷോറൂമിൽ നിന്ന്? ഷോറൂമിൽ നിന്ന് തന്നതാണ്. ഓക്കെ. പക്ഷെ ഇതും എവിടെ ഇതിന് ഹോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്തൂടെ ഈ വെള്ളം ലീക്ക് ആവുമ്പോൾ അകത്തെ തുരുമ്പിന്റെ ആ ഒരു ഭാഗം എപ്പോഴും ഇതേ കാണും, ലിക്വിഡ് ആയിട്ട് വന്നിരിക്കും. നമ്മളപ്പോ എപ്പോഴും തൂത്തുകൊണ്ടിരിക്കേണ്ടി വരും. തൂത്തു കഴിയുമ്പോൾ അങ്ങ് പോകുന്നതാണ്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു കാണുമ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അത് മിക്കവാറും ഞാൻ 2-3 വേറെ റിവ്യൂസിനകത്ത് ഇത് പറഞ്ഞ് ഞാൻ കണ്ടു. ഓ ശരി, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഇത്രയും ഒരു സെറ്റപ്പിൽ ഒരു വണ്ടി ഇറക്കിയപ്പം അതിലൊരു ക്വാളിറ്റി കൊണ്ടുവരായിരുന്നല്ലേ? ഓക്കെ. പിന്നെ എന്താണ് അടുത്തതായിട്ട് തോന്നിയിട്ടുള്ള ഒരു കുറവ്? പിന്നെ ഈ മിറർ ചില സമയത്ത് നമ്മൾ നല്ല പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ലൂസായി വരുന്നത്. ഓ അത് ശരി. ഓക്കെ. ഇപ്പം ടൈറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നു, ഓടിക്കുമ്പോ അത് ലൂസ് ആവുന്നുണ്ടല്ലേ? ആ വൈബ്രേഷനിൽ ലൂസ് ആവുന്നതായിരിക്കും. വൈബ്രേഷൻ നമുക്ക് അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല. 90-100 വരെ ഒരു വൈബ്രേഷനും ഇല്ല. സ്മൂത്ത് ആയിട്ട് കയറി അവിടെ വരെ പോകും. ഓ നല്ല സ്മൂത്ത് ആണല്ലേ? അത് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഒരു വൈബ്രേഷൻ ഹെഡിന്റെ അവിടെ നിന്ന് ഫീൽ ചെയ്തു. അതിന്റെ മുകളിലോട്ട് നമ്മൾ സാധാരണ രീതിയിൽ പോകാറില്ല. ഓക്കെ. അത് 70 ഒക്കെ ഒന്നും അറിയണ്ട, കൈയൊന്ന് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. അതാണ് നമ്മൾ പവറിലോട്ട് വന്നില്ല. പവറിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു കംഫർട്ട് രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു വണ്ടി അതാണല്ലേ? ഓക്കെ. ഇപ്പം ഹിമാലയൻ 400cc വരുന്നു. ഹിമാലയൻ ഓടിച്ചിട്ടുണ്ടോ? ഹിമാലയൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലോങ് യൂസ് ചെയ്തിട്ടില്ല, ഷോർട്ട് യൂസ് ചെയ്തതിൽ വെച്ച് അതും ഇതുകൂടെ ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു വ്യത്യാസങ്ങൾ ഹിമാലയനുമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇത് 2 സ്ട്രോക്ക് വണ്ടിയല്ല, ഹിമാലയൻ ലോങ് സ്ട്രോക്ക് വണ്ടി ആയതുകൊണ്ട് അതിന്റെ ഒരു ലോങ് സ്ട്രോക്ക് ആയതിന്റെ ഒരു ഇത് കണ്ടു. ഹിമാലയൻ നമുക്ക് സ്ലോ സ്പീഡിലാണെങ്കിലും നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അതിന് പക്ഷേ പിന്നെ ഗിയർ ചേഞ്ചിങ് ഭയങ്കര ഇതായിരിക്കും. ഓക്കെ ഓക്കെ. ആ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പിന്നെ കംഫർട്ടിലാണല്ലോ ഓടിക്കുമ്പോ എന്റെ നീളത്തിന് എനിക്ക് കാലം എത്തുന്നുണ്ട് വണ്ടിയിൽ. ഓ അത് പറ്റുന്നുണ്ട്. ഹിമാലയത്തിലാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഞാൻ നല്ല വണ്ടി പൊങ്ങി നിൽക്കണം, നിർത്തിയിട്ട് തിരിയാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, കയറിയിരിക്കാൻ പറ്റും എന്റെ ഹൈറ്റ് വെച്ചിട്ട്. അപ്പം ഹൈറ്റ് വലിയൊരു ഇതാക്കേണ്ട കാര്യമില്ല അല്ലേ? എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അഡ്വഞ്ചർ ബൈക്കാണ്. വെയിറ്റ് ഇച്ചിരി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഫ്രണ്ടിൽ നിന്ന് നല്ല രീതിയിൽ വെയിറ്റ് ഫീൽ ചെയ്യും. വണ്ടി ഒരു ഇതില് താഴെ ചരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോകും. അങ്ങനെ പോയിട്ടുണ്ടോ? എന്റെ ഒരു വട്ടം പോയിട്ടുണ്ട്. അതാണോ ആ സൈഡിൽ കാണുന്നത്? ഓക്കെ. പിന്നെ നമുക്കൊന്നും പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല, വണ്ടി പോവാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഗാർഡ് മസ്റ്റാണ്. ഗാർഡിലിച്ചൂടെ ക്വാളിറ്റി അവർ കൊണ്ടുവരായിരുന്നു. ഗാർഡേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഗാർഡ് ആ സൈഡ് നല്ലതായിട്ടുണ്ടായിരുന്നെങ്കിൽ ടാങ്കിനൊന്നും പറ്റാതിരുന്നേന് ഇഷ്യൂ വരത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നീട് ബ്രേക്കിങ്ങിനെ ഒക്കെ പറ്റി ചോദിക്കുവാണെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്? ബ്രേക്കിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ബാക്കി നമ്മൾ ABD ബൈക്കിനൊക്കെ നോക്കുമ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത്ര ഇച്ചിരി നല്ല സ്പീഡിൽ പോവുകയാണെങ്കിലും നമ്മൾ ആ ഒരു ABS ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് സ്മൂത്ത് ബ്രേക്കിംഗ് അല്ലേ? ബ്രേക്കിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഡ്യുവൽ ചാനൽ ABS അല്ലേ? ഡ്യുവൽ ചാനൽ ABS. ഓക്കെ. കംഫർട്ടാണ്, ബ്രേക്കിങ്ങിന്റെ കാര്യത്തിലൊക്കെ നല്ല കംഫർട്ടാണ്. അതിലൊന്നും പ്രശ്നമില്ല, നല്ല ഫീഡ്ബാക്ക്. ഓക്കെ. പിന്നെ ലൈറ്റ് വിസിബിലിറ്റി എങ്ങനെയുണ്ട് നൈറ്റിലൊക്കെ പോകുമ്പോൾ? ഹാലജൻ അല്ലേ അതോ LED ആണോ? LED ആണ്. അതിന്റെ LED ഒരു പവർ ഉണ്ട്. ഒരു ഇതാണ്. നമ്മള് ഹാലജന്റെ ഒരു ഗുണം വേറെ, ലോങ് കിട്ടത്തില്ലായിരിക്കും. പക്ഷെ എന്നാലും അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്, നല്ലതായിട്ട് നമുക്ക്. ഓക്കെ. നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ഫീൽ ചെയ്യും, വൈറ്റ് ലൈറ്റ് ഫീൽ ചെയ്യും, നല്ല പ്രകാശം കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയുണ്ട്? ഇതിന്റെ ചോദിക്കേണ്ട കാര്യമില്ല എങ്കിലും അത്യാവശ്യം ഇപ്പൊ നമുക്ക് സ്റ്റെപ്പൊക്കെ കട്ടിംഗ് ഒക്കെ കയറിപ്പാനൊക്കെ പറ്റുമോ? നല്ലതായിട്ട് കയറിപ്പാൻ ഹിമാലയന്റെ അത്രയൊക്കെ തന്നെ ഉണ്ടോ? അത്രയും തന്നെയാണ് ഏകദേശം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം പിന്നെ നമുക്കൊരു ഇതുമായിട്ട് വരുന്നത് ഇതിന്റെ അടിയിൽ ആ ഒരു ഷോക്ക് വരുന്നതിന്റെ ആ ബൈക്കിലത്തെ അത് നമുക്ക് ചില ടൈമിൽ എവിടെയെങ്കിലും ഷോക്ക് അവിടെ ആയിട്ടാണ് വരുന്നത് അല്ലേ? താഴോട്ട് ഇച്ചിരി വരുന്നുണ്ട്. ഓ അതിന്റെ ആ ഒരു ഭാഗം നമുക്കൊരു ഇത് തോന്നും, നമുക്കൊരു മൈൻഡിൽ കിടക്കും. ഓക്കെ ഓക്കെ. ആ ഒരു ബുദ്ധിമുട്ടാണ് ഉള്ളത്. ലോഡൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഉള്ളൊരു ടെൻഷൻ ചെറുതായിട്ട് തോന്നും. ഓക്കെ. അവിടെ ഷോക്ക് അവിടെ വെച്ചിട്ടുണ്ട്, മോണോ ഷോക്ക് അല്ലേ? അതിന്റെ ഒരു
താഴോട്ട് പോണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് Yezdi അഡ്വഞ്ചറിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് എടുത്ത് കുറച്ച് നാളായിട്ടേ ഉള്ളൂ യൂസർ, കാരണം ഈ വാഹനം ഇറങ്ങിയിട്ടേ ഉള്ളല്ലോ. അപ്പം അത്ര നാൾ യൂസ് ചെയ്ത് വെച്ച് അദ്ദേഹത്തിന് വാഹനം ഇഷ്ടപ്പെട്ടു. 2 സർവീസ് ചെയ്തു. അപ്പം സർവീസിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ ചോദിച്ചു അവിടെ എങ്ങനെയുണ്ട്, ഷോറൂമിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും നല്ല ഇതായിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മൾ വണ്ടി ഇറക്കി തന്നപ്പോഴാണെങ്കിലും അവർ നല്ല രീതിയിലാണ് കസ്റ്റമർ സപ്പോർട്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പം സർവീസിന് ചെന്നാലും നമുക്ക് നല്ല രീതിയിൽ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ വീണ്ടും ഇതുപോലുള്ള വാഹനങ്ങൾ, ബൈക്കും കാസും എല്ലാം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് എല്ലാം തുടർച്ചയായിട്ട് കാണുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നീട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.